ട്രെയിനുകളുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിന് പുതുതായി അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ അതിന്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കും, ഫ്ളാഗ് ഓഫും ഇന്ന് നടക്കും. നാഗർകോവിൽ, ചർലാപ്പള്ളി, കോയമ്പത്തൂർ, ധൻബാദ് അമൃത് ഭാരത് എക്സ്പ്രസുകൾ ഇതാണ് തമിഴ്നാടിന് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ ആകെ 6 ട്രെയിനുകളാണ്. ഈ 6 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. നമുക്കറിയാം, ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം. നേരത്തെ രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന സമയത്ത് ട്രെയിനുകളുടെ കാര്യത്തിൽ വലിയ മാറ്റമുണ്ടായി. കൂടുതൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം നേമത്ത് വിജയിക്കുന്ന നിലയുണ്ടായി. അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചെറിയ വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന് വിജയം നഷ്ടമായത്. അങ്ങനെ ഈ തീവണ്ടിയുമായി ബന്ധപ്പെട്ട് ട്രെയിനുകളുടെ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചലനം ബിജെപിക്ക് സൃഷ്ടിക്കാൻ മുൻപ് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ചരിത്രമാണ്. ഏതാണ്ട് ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകൾ, 2 വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രഖ്യാപിച്ചപ്പോൾ വലിയ കയ്യടിയോടുകൂടിയാണ് കേരളം അതിനെ സ്വീകരിച്ചത്. ബിജെപിക്ക് വലിയ മേൽക്കൈ ഉണ്ടാക്കി കൊടുത്തു. സുരേഷ് ഗോപിയൊക്കെ തൃശൂർ ജയിക്കുന്നതിന് തൊട്ടുമുൻപ് ഈ വന്ദേ ഭാരതിന്റെയൊക്കെ കടന്നുവരവ് വലിയ മെച്ചമുണ്ടാക്കിയിരുന്നു ബിജെപിക്ക്. ഇപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ വരുമ്പോൾ അതിലും കേരളത്തിന് പ്രത്യേക പരിഗണനയുണ്ട്. പുതിയ ട്രെയിനുകളും കേരളത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണണം. മറ്റൊന്ന്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമെന്ന ഒരു പ്രഖ്യാപനമാണ് ബിജെപി നടത്തിയിരുന്നത്. പക്ഷേ 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. നേരത്തെ അമിത്ഷാ ഇവിടേക്ക് വന്നിരുന്നു. മാത്രമല്ല, ബിജെപി സംബന്ധിച്ച് രാഷ്ട്രീയമായ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്ന സമയം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് 2020 എൻഡിഎയുമായി ചേർന്ന് സഹകരിക്കാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ സാബു ജേക്കബിനെ 2020 എൻഡിഎയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ഒരു സുപ്രധാനമായ രാഷ്ട്രീയ നീക്കം കൂടി നടന്ന ഒരു സമയത്താണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ഏതായിരുന്നാലും ബിജെപിയെ സംബന്ധിച്ച് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു നീക്കമായി തന്നെ നമ്മൾ ഇതിനെ കാണണം. നമ്മളിപ്പോൾ കാണുന്നത് ഈ പ്രധാന വേദിയിലേക്കുള്ള 2 വേദികളാണുള്ളത്. ഈ വേദികളിലേക്കുള്ള കവാടമാണ്. ഇവിടേക്ക് ബിജെപി പ്രവർത്തകരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തും. ഏതായിരുന്നാലും ഈ പരിപാടി വലിയൊരു വിജയമാക്കി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും ബിജെപി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തോ വിനോദ്, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒരു പോയിന്റ് എന്നുകൂടി ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വിശേഷിപ്പിക്കണമല്ലോ. കേരളത്തിന്റെ വികസനം, അതിൽ കൃത്യമായിട്ടുള്ള ഒരു ആലോചന ഞങ്ങൾ കേന്ദ്ര സർക്കാരിനുമുണ്ട് എന്നുള്ള ഒരു സന്ദേശം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിനില്ലേ? കാരണം ഒരേ വേദിയിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും റെയിൽവേയുടെ പരിപാടി, ഒപ്പം തന്നെ ബിജെപിയുടെ പരിപാടി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി ഇല്ലേ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തിൽ? തീർച്ചയായും അതുതന്നെയാണ്. ബിജെപി തലസ്ഥാനം പിടിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലായി നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രത്യേകിച്ച് ബംഗാളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചരണ സമയത്തൊക്കെ തന്നെ പ്രധാനമന്ത്രി പരാമർശിച്ചത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കഴിഞ്ഞു എന്ന കാര്യമാണ് അവിടുത്തെ പ്രസംഗത്തിൽ, ബംഗാളിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. അതായത് ഒരു വലിയ നേട്ടമായി തിരുവനന്തപുരം നഗരസഭ കൈയടക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി രാജ്യമെമ്പാടും ബിജെപി പ്രചരിപ്പിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ നിർണായക ശക്തിയായ നിർണായക കേന്ദ്രമായ ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ നരേന്ദ്രമോദി തന്നെ അങ്ങനെ ഒരു സന്ദേശം രാജ്യത്താകെ നൽകുകയാണ്. അതായത് തിരുവനന്തപുരം നഗരസഭ, കേരളത്തിന്റെ തലസ്ഥാനത്തെ നഗരസഭ പിടിക്കാൻ ബിജെപിക്ക് സാധിച്ചിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ പറയുമ്പോൾ, ഇന്ന് 2 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം തലസ്ഥാനത്ത് ചെലവഴിക്കുന്നതെങ്കിൽ പോലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 10 മണിക്കാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ടെക്നിക്കൽ ഏരിയയിലെത്തുന്നത്, വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെത്തുന്നത്. തുടർന്ന് വലിയ റോഡ് ഷോ ബിജെപി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടതാണ്. ഈ വഴിനീളെ നരേന്ദ്രമോദിയുടെ ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പൂർണ്ണമായി നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം ആ പാതയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കും ഈ പരിപാടി നടക്കുന്ന വേദികളിലേക്ക് എത്തുന്നത്. 2 വേദികളാണ്. ഉത്തരക്കണ്ടത്ത് തന്നെയാണ് ഈ വേദികൾ ഒരുക്കിയിട്ടുള്ളത്. എൽദോ പറഞ്ഞതുപോലെ നമുക്കൊരുപക്ഷെ വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം അത് തിരുവനന്തപുരത്തെ മാത്രം ബാധിക്കുന്നതാ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് മാത്രം നേട്ടമുണ്ടാകുന്ന മാത്രമായിരിക്കില്ല. ഒരുപക്ഷെ കേരളത്തിന് ആകമാനം ഗുണകരമാകുന്ന തരത്തിലുള്ള അതിവേഗ റെയിൽപാതയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള
ഈ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട IT രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു. പ്രധാനമന്ത്രി എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നത് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൽ എന്ത് മാറ്റമാണ് ഇനി കൂടുതലായി കൊണ്ടുവരാൻ പോകുന്നത്. കാരണം ഈ ഓപ്പറേഷൻ അനന്തയൊക്കെ വന്നെങ്കിൽ തന്നെയും ഇപ്പോഴും വെള്ളക്കെട്ടിനൊക്കെ അങ്ങനെ ഒരു പരിഹാരമായിട്ടില്ല. തെരുവുനായ ശല്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തതാണ്. പലയിടങ്ങളിലായി ഈ നായശല്യം അതിരൂക്ഷമാണ്. അവിടെ ഇതിനെ ഷെൽട്ടറിലേക്ക് മാറ്റുക എന്നൊരു കാര്യമുണ്ട്. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നഗരസഭ ആരംഭിച്ചിട്ടുണ്ട്. തെരുവ് വിളക്കുകളുടെ കാര്യത്തിൽ നഗരസഭയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മാത്രമല്ല, മേയർ VV രാജേഷ് പലപ്പോഴായി പറയുന്നത് ഒരുപക്ഷെ തീരദേശത്തുള്ള ഒരു വാർഡിന്റെ പ്രശ്നമായിരിക്കില്ല നഗരഹൃദയത്തിലുള്ള ഒരു വാർഡിനുള്ളത്. അതുകൊണ്ട് ഓരോ വാർഡുകൾക്കും എന്താണ് വേണ്ടത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തന രീതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിന് ഇപ്പോൾ സൂറത്ത് മാതൃകയിലുള്ള മാലിന്യ സംസ്കരണം, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ നടപ്പാക്കും? വിളപ്പിൽശാല നേരത്തെ പൂട്ടിപ്പോയെന്ന് നമുക്കറിയാം. നഗരത്തിൽ വലിയ തോതിൽ മാലിന്യ സംസ്കരണം നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് വിളപ്പിൽശാല. അവിടെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. വിളപ്പിൽശാല പൂട്ടിപ്പോയി. പിന്നീട് ഇപ്പോൾ മുട്ടത്രയാണ് ഒരു പ്ലാന്റ് ഉള്ളത്. ചാലയ്ക്കുള്ളിൽ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ചാല മാർക്കറ്റിനുള്ളിൽ ചെറിയൊരു പ്ലാന്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇവിടുത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ പര്യാപ്തമല്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരത്തെ ഗതാഗതം നമുക്കറിയാം. ഇവിടുത്തെ ഈ നഗരസഭയ്ക്ക് അനുവദിച്ച ബസ്സുകളുമായി ബന്ധപ്പെട്ട് KSRTC മന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും അതോടൊപ്പം മേയറും തമ്മിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. അത് സംബന്ധിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പരിഹരിച്ചെങ്കിലും ഇനി എങ്ങനെ നഗരത്തിലെ യാത്രാ സംവിധാനങ്ങൾ കൂടുതൽ സുഗമമാക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിരവധി നേരിടുന്ന ഒരു തലസ്ഥാന ജില്ലയാണ്, നഗരമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള പരിഹാരങ്ങൾ, മറ്റൊന്ന് ഈ മെട്രോ സിറ്റികളായി തൊട്ടടുത്ത പ്രദേശങ്ങളെ മാറ്റുക. അത് വലിയൊരു പ്ലാനാണ്. കാലങ്ങളായി നടക്കുന്ന ചർച്ചയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്കോ നെടുമങ്ങാടേക്കോ ആറ്റിങ്ങലിലേക്കോ ഒക്കെ തന്നെ ഈ നഗരം വളർത്തുക, നഗരത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്ന ഒരു ആശയം, ആ തരത്തിൽ ഈ സാറ്റലൈറ്റ് ടൗണുകളായി മറ്റിടങ്ങളെ മാറ്റുന്ന തരത്തിലുള്ള ചർച്ചകൾ, അതിനുള്ള പദ്ധതികൾ. റിംഗ് റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നാവായിക്കുളം വരെ നീളുന്ന റിംഗ് റോഡ്, ഈ റിംഗ് റോഡിന്റെ സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയ ഉൾപ്പെടെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം റോഡ് മാർഗം നടക്കണമെങ്കിൽ ഈ റിംഗ് റോഡ് പൂർത്തിയാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്താണ് തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളുണ്ട്. തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട്, കേരളവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനമന്ത്രി നടത്താൻ പോകുന്ന പ്രഖ്യാപനമെന്ത്? മറ്റൊന്ന് എൽദോ പറഞ്ഞതുപോലെ തന്നെ ഇത് തിരഞ്ഞെടുപ്പിനുള്ള കാഹളമാണ്. അധികം ദിവസങ്ങളില്ല, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. BJP നിരവധി മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് 3ഓളം മണ്ഡലങ്ങൾ അവർ ഉറച്ച വിശ്വാസത്തിലാണ്. നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും ഉൾപ്പെടെ പല മണ്ഡലങ്ങളിൽ അവർ സീറ്റ് വിജയം ഉറപ്പിച്ചു എന്ന നിലയ്ക്കാണ് അവരുടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് കൂടി, അതിപ്പോൾ നെയ്യാറ്റിൻകരയാകാം, പാറശാലയാകാം, ആറ്റിങ്ങലാകാം, അങ്ങനെ പല മണ്ഡലങ്ങളിലും അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. എൽദോ. റൈറ്റ്, വിനോദ് തുടരുക. ഞാൻ സാരംഗിലേക്ക് കൂടി പോവുകയാണ്. സാരംഗ് അവിടെ പ്രവർത്തകരുടെ ആവേശം കൂടി പങ്കുവെക്കുമെന്ന് തോന്നുന്നു. സാരംഗ്, ഈ വലിയൊരു റോഡ് ഷോ ആണല്ലോ പ്ലാൻ ചെയ്യുന്നത് BJP പ്രവർത്തകർ, BJP നേതൃത്വം. അപ്പോൾ എങ്ങനെയാണ്, പ്രവർത്തകരൊക്കെ ആവേശത്തിലാണോ? എൽദോ, പ്രവർത്തകരെ അടക്കം അകത്തേക്ക് കയറ്റാൻ തുടങ്ങിയിട്ടില്ല. നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രവർത്തകരെല്ലാം എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. കനത്ത സുരക്ഷയാണ് തിരുവനന്തപുരം നഗരത്തിൽ എല്ലാ ഭാഗത്തും. അതായത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ പുത്തരിക്കണ്ടത്താണ് മറ്റ് പരിപാടികളില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ ഭാഗത്തും മറ്റേ ബാരിക്കേഡുകളും മറ്റും കെട്ടിക്കൊണ്ട് ഇപ്പോൾ മൊത്തം സുരക്ഷാ വലയത്തിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മുഴുവൻ പോലീസുകാരുടെയും മറ്റും നിരയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രവർത്തകരുടെ കുറച്ച് കഴിഞ്ഞാണ് അകത്തേക്ക് കയറ്റിവിടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുത്തരിക്കണ്ടത്തിലേക്ക് എത്തുന്നവർക്ക്, അതായത് മറ്റുള്ളവർ, അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രധാനമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ ഒരു സജ്ജീകരണങ്ങൾ മുഴുകിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഴുവനും പുത്തരിക്കണ്ടത്ത് 2 വേദികളിലായിട്ടാണ് ഇന്ന് പരിപാടികൾ, ഇപ്പോൾ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വേദികളിലായാണ് പരിപാടികൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒന്ന് അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫും ഒപ്പം ഒരു പൊതുപരിപാടിയും ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുക്കങ്ങളടക്കം ഇവിടെ പൂർത്തീകരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്ത് കാണാം, വലിയ രീതിയിൽ ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്.
അവസാന ഘട്ടത്തിലുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൽദോ ഇപ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള, അതായത് ഈ ഒരു ഭാഗത്ത് അവസാനഘട്ട സുരക്ഷാ പരിശോധനകളും മറ്റും നടക്കുകയാണ്. ഇതിൽ കൂടുതൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നമുക്ക് മാധ്യമങ്ങൾക്ക് പോലും അകത്തേക്ക് കയറാനുള്ളൊരു അനുമതി ഇപ്പോൾ ലഭിച്ചിട്ടില്ല. മറ്റ് പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. എൽദോ, റൈറ്റ്. അപ്പോൾ ഈ എങ്ങനെയൊക്കെയാണ് ഗതാഗത നിയന്ത്രണം കൂടി എന്നുകൂടി പറഞ്ഞു വെക്കാം സാരംഗ്. കാരണം ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തുന്ന ആളുകൾക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.